നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് പ്രവാസി രക്ഷാ പോളിസി അഥവാ പ്രവാസി ഇൻഷുറൻസ് പദ്ധതി എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യം ഉള്ളപ്പോൾ ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളെല്ലാം വരുമ്പോൾ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അതിൻ്റെ ചികിത്സ ചെലവ് കിട്ടുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ പ്രവാസികൾക്കും പ്രാവർത്തികമായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി രക്ഷാ പോളിസി അഥവാ പ്രവാസി ഇൻഷുറൻസ് പദ്ധതി. ഇതിൻ്റെ കവറേജ് കിട്ടുന്നത് പരമാവധി 1 ലക്ഷം രൂപ വരെ മാത്രമാണ്. 1 ലക്ഷം രൂപ വരെയുള്ള ചെലവുകൾക്ക് അനുസൃതമായിട്ടുള്ള താമസ ചെലവുകളും സർജറി ചെലവുകളും മറ്റു ചെലവുകളെല്ലാം ഇതിൽ കവറായിട്ട് പോകും. ഇതിൽ 60 വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് പ്രവാസി രക്ഷാ പോളിസിയിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഏതൊരു ഇൻഷുറൻസ് പദ്ധതിയെ പോലെ തന്നെയും ഇതിൽ വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിന് ശേഷമാണ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ക്ലെയിമുകൾ ലഭ്യമാക്കുക. മെഡിക്കൽ ചെക്കപ്പ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വശം. പരമാവധി ഇതിന് കിട്ടുന്ന കവറേജ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെ മാത്രമാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, വലിയ വലിയ കമ്പനികളാണെങ്കിൽ അവർക്ക് ലോകത്തെവിടെയും കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ കൊടുത്തിട്ടുണ്ടാവും. അല്ലാത്ത പ്രവാസികളാണെങ്കിൽ ബഹുഭൂരിപക്ഷം കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ പ്രവാസി സേവന രംഗത്തുള്ള പരിചയം വെച്ച് പറയുകയാണെങ്കിൽ, തിരിച്ച് വരുന്ന പ്രവാസികൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിലും അവരുടെ ആഹാര രീതികളിലുണ്ടാകുന്ന വ്യത്യാസം മൂലം അസുഖബാധിതരായിട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ വിദേശത്ത് വെച്ച് പിടിപെട്ടിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ നാട്ടിലെത്തുമ്പോൾ കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ കഴിയുന്ന ആളുകൾ ഒരു നല്ല ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം വരുന്ന ഭാരിച്ച ചികിത്സാ ചെലവുകൾ ഇത്തരത്തിൽ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കി സമാധാന ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതാണ്.